ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇടവണ്ണപ്പാറ വരെ പോവുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാത്രങ്ങളും അതുപോലെ പിന്നെ അയ്മണ്ണൊരു ഗിഫ്റ്റും കൂടെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കടയിൽ. അങ്ങനെ ഞാൻ 2 സ്പ്രേയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റിയ ചിക്കൻ റോളും ഞാൻ ചട്ടിപ്പത്തിരി ആയിരുന്നു കേട്ടോ കഴിച്ചത്. അങ്ങനെ പിന്നെ അയ്മൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് അവിടുന്ന് സെറ്റാക്കി അയ്മണ്ണ് കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ ഒരു പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഏത് പായസമാണെന്ന് ചോദിച്ചാൽ ആപ്പിൾ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാബൂനലിയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചതാണ്. ഏതാണ്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 പാക്കറ്റ് പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കണ പണിയാട്ടോ അടുത്തത്. അങ്ങനെ ഓരോ പാക്കറ്റായി ഞാനിങ്ങനെ പൊട്ടിച്ചൊഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുള്ള പാലായിരുന്നു കേട്ടോ. കാരണം വാങ്ങിയപ്പോൾ കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 3 പാക്കറ്റും പൊട്ടിച്ചൊഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ്. അങ്ങനെ സ്റ്റൗ കത്തിച്ച് ഞാൻ പാലൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല തണുപ്പുള്ള പാലായിരുന്നു കേട്ടോ. പിന്നെ 3 ആപ്പിളാണ് കേട്ടോ ഞാൻ ആപ്പിൾ പായസത്തിന് വേണ്ടിയിട്ട് എടുത്തത്. അങ്ങനെ ഞാൻ നേരത്തെ വാങ്ങിച്ച പാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രമാണ് വാങ്ങിച്ചത്. ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളാട്ടോ അധികവും ഉള്ളത്. അപ്പോൾ ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആവും, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ പുതിയ പാത്രം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഓയിലൊന്ന് തടവിയിട്ട് നല്ലോണം സോപ്പ് ഉപയോഗിച്ച് കഴുകുക. പിന്നെ പായസം വെക്കാനുള്ള ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വറുക്കാനാട്ടോ ഇനിയുള്ളത്. അങ്ങനെ അതുകൂടി വറുത്താൽ ഏതാണ്ട് പിന്നെ പായസത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ സാബൂനലിയൊക്കെ ഇവിടെ നല്ലോണം വേവിച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ആദ്യം ആപ്പിളാണ് കേട്ടോ ഞാൻ നെയ്യിലിട്ട് വറുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആപ്പിൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നല്ലോണം ആപ്പിളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പം അത്യാവശ്യം പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം അത് വേവിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സാബുനലിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആപ്പിൾ കുറച്ചുകൂടി വെന്തിട്ട് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നല്ലോണം വെന്ത ആപ്പിൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആപ്പിളിൽ. പിന്നെ ഇതിൽ മിൽക്ക് മെയ്ഡ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുഴുവൻ ആപ്പിളും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ആപ്പിളും കൂടെ ഇട്ടപ്പോൾ നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആപ്പിൾ പായസം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. പക്ഷേ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാൻ്റെ പൊടിയോടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.